ഫ്രണ്ട്സ്, ഇന്ത്യൻ നേവിയുടെ സിവിലിയൻ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വീഡിയോ കാണുക. നമ്മുടെ ചാനൽ അത് കിടക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് കൂടെ കാണാൻ പറ്റും. ഏകദേശം 22 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന ഒരു വീഡിയോ ആണ്. അതിലേക്ക് SSLC, അതുപോലെ IT, അതുപോലെ ഡിപ്ലോമ, അതുപോലെ BSc ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ വിവിധ കാറ്റഗറിയിൽ വേക്കൻസികളുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ് ഇന്ത്യൻ നേവിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. ഇന്നാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്ന ഡേറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ആണ്. അപ്പം വീണ്ടും പറയുകയാണ്, നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി കാണണം. ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിൽ നിൽക്കണം, ഇന്ത്യൻ നേവി സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് ആണ്. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ ആ സെയിം വീഡിയോ ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടെ കാണാം. വാച്ച് ഓൺ യൂട്യൂബ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ്. ഇതാണ് നോട്ടിഫിക്കേഷൻ വീഡിയോ. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ പറയുന്ന ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ കണ്ടിട്ട് ഡൗട്ട് ചോദിക്കരുത്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ്, എലിജിബിലിറ്റി, നമുക്ക് അപേക്ഷ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് അടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്നതായിട്ടാണ് കൊടുക്കട്ടെ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ പേജിലേക്ക് നിങ്ങൾക്ക് വരും. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യാൻ ലിങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് 64.5K സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, 1 lakhിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇമ്പോർട്ടൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അത് ക്ലിക്ക് ചെയ്താലാണ് നിങ്ങൾ ഇവിടേക്ക് എത്തട്ടോ. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന കൊടുത്താൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കറക്റ്റായിട്ട് കാണാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നോട്ടിഫിക്കേഷനിൽ എല്ലാ ഡീറ്റെയിൽസും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിൻ്റെ സാലറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിനടുത്ത് നമുക്ക് അപ്ലൈ ആവുന്നുള്ള ബട്ടൺ കാണാം. ഇനി നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ മേറ്റുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അപ്ലൈ ആവുന്നുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യാറുന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും ഇവിടെ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും, നമുക്ക് EWS സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫോർമാറ്റ്, SC/STൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അതത് എന്തായിരിക്കണം, സർട്ടിഫിക്കറ്റുകൾ തന്നെ ആയിരിക്കണം, നമ്മൾ അതത് ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അത് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നമ്മളെല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ OBCൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഇതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ട്രേഡിലാണ് IT ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ജസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. 64ഓളം ട്രേഡുകളുണ്ട്. ഈ 64ഓളം ട്രേഡുകളുള്ള കാറ്റഗറി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഇതാക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ. അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ആദ്യമായിട്ടാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ നമുക്കിവിടെ ഏറ്റവും അടിയിൽ കാണാം, ന്യൂ യൂസർ, ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുണ്ട് കാണാം. അപ്പോൾ ഇത് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ആദ്യം, എന്നാലേ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ രജിസ്റ്റർ, ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, എന്നിട്ട് ക്യാപ്ച കൊടുത്ത് നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ മെയിൽ ID, മൊബൈൽ നമ്പർ എടുത്ത് ക്യാപ്ച കൊടുത്ത് ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒന്നും പാടെ ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് അല്ലെന്ന്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, യു ഹാവ് സക്സസ്ഫുള്ളി സൈൻഡ് അപ്പ് എന്ന് കാണാം. ഓക്കെ, ഇതിൻ്റെ വെരിഫിക്കേഷൻ ലിങ്ക് നമ്മുടെ മെയിലിലേക്ക് അവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഏത് മെയിലാണ് അവിടെ കൊടുത്തേച്ചാൽ ആ മെയിൽ ID നമ്മൾ ആ മെയിൽ നമ്മൾ ഓപ്പൺ ആക്കണം. അപ്പോൾ അതിലേക്ക് ഒരു ലിങ്ക് അവർ ഇട്ടിട്ടുണ്ട്, വെരിഫിക്കേഷൻ. അതാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, അപ്പോൾ നമ്മുടെ മെയിൽ ഓപ്പൺ ആക്കിയോ നിങ്ങൾക്ക് കൂടെ കാണാം, സപ്പോർട്ട് ഇൻസെറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇൻസെറ്റിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. കൂടെ കാണാം, ഈ ഒരു ID-യിലായിരിക്കും വരിക, സപ്പോർട്ട് ഇൻസെറ്റ് എന്നിട്ട്. അപ്പോൾ വെൽക്കം ഓഫ് ഇന്ത്യൻ നേവി ഇൻസെറ്റ് രജിസ്ട്രേഷൻ പോർട്ടൽ എന്നിട്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണാം, നമ്മുടെ ഈ മെയിൽ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞൊരു ലിങ്ക് ഇവിടെ കാണാം, ഒരു ബട്ടൺ, മീൻസ് ഒരു ലിങ്കാണത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം പുതിയൊരു പേജ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇമെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ ടിക്ക് കളറിലൂടെ കാണിക്കുന്നുണ്ട്. യുവർ ഇമെയിൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ്. നമ്മുടെ ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിനാണോ നോക്കുക. എന്നിട്ട് ഈ ക്യാപ്ച കോഡ് അടിക്കുക കേട്ടോ അടിയിലുള്ള. എന്നിട്ട് നമ്മൾ ജനറേറ്റ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് OTP വരും. അത് നമ്മൾ അടിച്ചു കൊടുക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്ച കോഡ് അടിച്ചു. ഇനി ജനറേറ്റ് OTP എന്ന് കൊടുത്തിട്ട് എൻ്റെ മൊബൈൽ നമ്പറും പാടെ ഞാൻ വെരിഫൈ ചെയ്യണേ. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് എന്തെങ്കിലും OTP സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്ന് കൊടുക്കുക. ആ OTP നമ്മളിവിടെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ,
OTP അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ മാനുവലായിട്ടൊരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് കൺഫേം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒരു പാസ്വേഡ് നമ്മൾ ഉണ്ടാക്കുക, കാരണം നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, പാസ്വേഡ് അടിക്കുക, ദെൻ സെയിം പാസ്വേഡ് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ ഈ കോളത്തിൽ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാപ്ച കോഡ് ഇവിടെ ഉണ്ട്, അത് അടിച്ചിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ സബ്മിറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം യുവർ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആൻഡ് പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്കൊരു പോപ്പ് മെസ്സേജ് ആയിട്ട് കാണും. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോഗിൻ ചെയ്താൽ മതി. അപ്പോൾ ലോഗിൻ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മെയിൽ ID ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ മെയിൽ ID, നിങ്ങളുടെ നമ്മൾ കൊടുത്ത മെയിൽ ID ഉണ്ടല്ലോ വെരിഫൈ ചെയ്ത്, നമ്മുടെ മെയിൽ ID ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ച പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ക്യാപ്ച കോഡ് അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുത്തു, ഇനി ലോഗിൻ കൊടുക്കുന്നു. അങ്ങനെ ലോഗിൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം വെൽക്കം കാൻഡിഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് പാസ്വേഡ് ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം, ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിൽ കാണിക്കും. ഇവിടെയാണ് നിങ്ങൾക്ക് അവൈലബിൾ പോസ്റ്റ് എന്നിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് B പോസ്റ്റിൽ വന്നിരിക്കുന്ന കാറ്റഗറിയാണ് നിങ്ങൾക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഈ പറയുന്നതിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തരൂല കേട്ടോ. കാരണം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണുക, അതിനാണ് നമ്മൾ ഇതിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ അപ്ലൈ ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരിക. അപ്പോൾ ആ വെബ്സൈറ്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൂപ്പ് Bയിൽ നമുക്ക് കുറച്ച് പോസ്റ്റുകളുണ്ട്. ചാർജ്മാൻ, അത് നിങ്ങൾക്ക് വിവിധ ഫാക്ടറിയിലേക്കും ഇതിലേക്കൊക്കെ ആയിട്ടാണ്. അതുപോലെ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ചാർജ്മാൻ മെക്കാനിക് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് Cയിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളാണ് ട്രേഡ്സ്മാൻ, മെയ്റ്റ്, ഡ്രാഫ്റ്റ്മാൻ, അതുപോലെ ഫയർമാൻ, ഫയർ എഞ്ചിൻ ഡ്രൈവർ, പെസ്റ്റ് കൺട്രോൾ വർക്കർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ദെൻ കുക്കിങ്ങിനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഗ്രൂപ്പ് C ട്രേഡ്സ്മാൻ മെയ്റ്റ് ആണ് വിചാരിക്കുക. അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം 10ാം ക്ലാസ്സും ITI ആണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ITI ഞാൻ പറഞ്ഞു എത്ര ഏകദേശം ജസ്റ്റ് ITI നിങ്ങൾക്ക് ഇതാ 64ഓളം കാറ്റഗറി ട്രേഡുകൾ അതിൽ എലിജിബിൾ. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് വിവിധ കാറ്റഗറി ജസ്റ്റ് നമ്മൾ ITI കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ നേവിയിലേക്കുള്ള ഒരു എൻട്രി ആണ് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ കളയേണ്ട, പെർമനൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇന്ത്യൻ നേവിയുടെ ഭാഗമാകാം, സിവിലിയൻ പോസ്റ്റിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം, അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രേഡ്സ്മാൻ മെയ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ MTSലേക്ക് അപ്ലൈ ഉണ്ടെങ്കിൽ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ട്രേഡ്സ്മാൻ മെയ്റ്റ് അല്ലെങ്കിൽ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, വായിച്ചു റീഡ് ചെയ്തു, എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അങ്ങനെ നമ്മളിത് നെക്സ്റ്റ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യെസ് എന്ന് നിങ്ങളിവിടെ കൊടുത്തിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് നോ എന്ന് കൊടുക്കാം. നോ എന്ന് കൊടുത്താൽ നമുക്കിവിടെ ഏതെങ്കിലും ഒരു ID കാർഡ് കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ വോട്ടർ ID ആണ് കൊടുക്കുന്നത്. അതിൻ്റെ നമ്പർ നമ്മളിവിടെ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കാം. വോട്ടർ ID നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ സല്യൂട്ടേഷനാണ് നമ്മൾ ഈ പറയുന്ന ശ്രീ അല്ലെങ്കിൽ ശ്രീമതി ഏതാഴ്ച നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, അതുപോലെ നമ്മൾ അത് ആ ഫസ്റ്റ് നെയിം നമ്മൾ കൺഫേം ചെയ്യുക. ദെൻ മിഡിൽ നെയിം ഉണ്ട്, മിഡിൽ നെയിം എഴുതാൻ കൺഫേം ചെയ്യുക. ലാസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം കൊടുക്കുക, അത് കൺഫേം ചെയ്യുക. ഓക്കെ, നമ്മുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേര് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പറയുന്ന നെയിം എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, യെസ് എന്ന് കൊടുത്താൽ ന്യൂ നെയിം കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്, അത് സെലക്ട് ചെയ്യാം. ദെൻ ഫാദറിൻ്റെ പേര് കൊടുക്കാം, മദറിൻ്റെ പേര് കൊടുക്കാം. ദെൻ നമ്മൾ ഫാദറിൻ്റെ പേര് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് അടിയിലുള്ള കോളത്തിൽ അത് കൺഫേം ചെയ്യണം. മദറിൻ്റെ പേര് മുകളിൽ കൊടുത്താൽ അത് കൺഫേം ചെയ്യണം, മദറിൻ്റെ പേര് അടിയിൽ കറക്റ്റ് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കാം. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഫോം സൂം ചെയ്യാം. കാറ്റഗറിയാണ് ചോദിക്കുന്നത്. കാറ്റഗറി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ജനറൽ, AWS, OBC, SC, ഏതാഴ്ച നിങ്ങൾ കൊടുക്കുക. ഞാൻ ജനറലാണ് കൊടുക്കുന്നത്. ദെൻ കൺഫേം കാറ്റഗറി കൊടുക്കുക, ജനറൽ. ദെൻ അതുപോലെ PWBD കാൻഡിഡേറ്റ്സ് ആണോ ചോദിക്കുന്നുണ്ട്. അത് ആണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അതായത് എനിക്ക് ശാരീരികമായ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ആണെന്ന് നോ കൊടുക്കുക, ആണെങ്കിൽ യെസ് കൊടുക്കുക. ദെൻ നിങ്ങൾ എന്താണ് ഡിഫൻസ് സർവീസിൽ നിന്ന് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അപകടങ്ങളൊക്കെ പറ്റിയ ഡിഫൻസ് സർവീസ് വർക്ക് ചെയ്ത ആളുകളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോ കൊടുക്കുന്നു. അതുപോലെ സെൻട്രൽ നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഇയർ ഒക്കെ അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക. അവർക്ക് നമ്മൾ നോ കൊടുത്താൽ മതി. ദെൻ നമ്മൾ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ഈ പറയുന്ന മിലിറ്ററി സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ കൊടുക്കുക. അല്ലെങ്കിൽ ദെൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 25 ഏജാണ്. ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സേയും OBC ആണെങ്കിൽ 28 വയസ്സിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക നമ്മൾ.
ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഏജ് കറക്റ്റായിട്ട് ഇവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അത് നമുക്ക് 50 KBയുടെയും 200 KBയുടെയും ഇടയിലുള്ള ഒരു ഫയൽ സൈസ് ആയിരിക്കണം കേട്ടോ. PDF ഫയൽ ആയിരിക്കണം. ജസ്റ്റ് ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കറക്റ്റായിട്ടുള്ള തന്നെ കൊടുക്കുന്നില്ല, നമ്മൾ റാൻഡമായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കട്ടെ. ഞാൻ അപ്പോൾ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അവിടെ ഫയൽ നെയിമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ മിനിമം സൈസ് നമുക്ക് 20 KB, മാക്സിമം 50 KB ആണ്. ഇതിൻ്റെ ഇടയിൽ 20 50 ഇടയിലായിരിക്കണം. JPG ഫോർമാറ്റ് ആയിരിക്കണം കേട്ടോ. റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ആയിരിക്കണം. ഓക്കെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിഗ്നേച്ചർ നമ്മൾ 20 10 KBയുടെ ഇടയിലുള്ള ഒരു ഫയൽ സൈസ് ആയിരിക്കണം കേട്ടോ. ബ്രൗസ് എന്ന് കൊടുക്കുക. 10 20 ഇടയിലായിരിക്കണം. കാരണം ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ഫോർമാറ്റിൽ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കറക്റ്റ് ആ ഒരു സൈസിൽ ഇതാക്കണേ. ഓക്കെ, അത് 140x60 നിങ്ങൾ ഡയമെൻഷൻ സെറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിൽ നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ഫില്ല് ചെയ്ത് സേവ് എന്ന് കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു സേവ് എന്ന് കൊടുക്കണേ. നമ്മൾ ചോദിക്കും കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇനി നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്തു. ഇനി അഡീഷണൽ ഡീറ്റെയിൽസ് നമുക്ക് നാഷണാലിറ്റിയാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് കൊടുക്കുക. ദെൻ അടുത്തത് ഏതാണ് മതം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. നമ്മുടെ SSLC ബുക്കിലുള്ള നമ്മുടെ വിസിബിൾ ആയിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. ഓക്കെ, 2 മാർക്ക് കൊടുക്കണം. നമ്പർ 1 നമ്പർ 2 2 മാർക്കുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അടയാളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ SSLC ബുക്കിലുണ്ടാവും 2 മാർക്ക്, അത് നിങ്ങൾ കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ചോദിക്കുന്നത് ചോയ്സ് ഓഫ് കമൻഡൻറ്റ് ഫോർ പോസ്റ്റിംഗ് ആണ്. നമുക്ക് ഏത് കമൻഡൻറ്റിലാണ് പോസ്റ്റിംഗ് വേണ്ടതെന്നാണ്. അപ്പോൾ ഇത് കമൻഡൻറ്റ് വൈസ് വേക്കൻസീസ് ഒക്കെ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിലുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നല്ല രീതിയിൽ നോക്കണം. ഓക്കെ, അതിന് വേക്കൻസി ഒക്കെ എവിടേക്കാണ് വരുന്നത് എന്നൊക്കെ ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്കൂടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് വെസ്റ്റേൺ നേവൽ കമാൻഡൻ, അങ്ങനെ ഓരോരോ കമാൻഡൻറ്റ് വൈസ് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൽ SC/STക്ക് എത്രയുണ്ട്, OBCക്ക് എത്രയുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യാം. ഞാനിപ്പം സദേൺ നേവൽ കമാൻഡറിനാണ് കൊടുക്കുന്നത്. ദെൻ നമ്മളെ ചോയ്സ് സെക്കൻഡ് ചോദിക്കുന്നത് ഏതാണെന്നുള്ളതാണ് നമ്മളോട്. അങ്ങനെ 3 ചോയ്സ് ഉണ്ട് നമുക്ക് കേട്ടോ. അടുത്ത് ഞാൻ വെസ്റ്റേൺ കൊടുക്കുന്നു. ദെൻ അടുത്ത മൂന്നാമത്തെ ഞാൻ ഈസ്റ്റേൺ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബേസിൽ നിങ്ങൾ അങ്ങനെ അടിസ്ഥാനത്തിൽ ആദ്യം എവിടെയാണ് വേണ്ടത് നോക്കുക, പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്, അങ്ങനെ 3 ആ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ സേവ് എന്ന് കൊടുക്കുമ്പോൾ ഓക്കെ എന്നുള്ള ജസ്റ്റ് കൺഫേം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിതിൽ എന്ത് ചെയ്യണം, ഒരു ലൈവ് ഫോട്ടോ നമ്മൾ എടുക്കണം. ഓക്കെ, അതായത് ക്യാപ്ചർ ചെയ്യണം. നമ്മൾ ഫോട്ടോ ഇതിലേക്ക് ഒരു സ്കാൻ ചെയ്ത ഫോട്ടോ നമ്മളിതിൽ എന്ത് ചെയ്തു, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ലൈവായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസ് നല്ല ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഓക്കെ, നമ്മളിങ്ങനെ ബ്ലർ ആകുന്ന രീതിയിലൊന്ന് ഫോട്ടോ എടുക്കരുത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫേസ് നമ്മുടെ ഫോട്ടോയിൽ കൊടുക്കുന്ന രീതിയിലായിരിക്കണം. അതോടൊപ്പം തന്നെ നല്ല ക്ലിയർ ആയിരിക്കണം, ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഹാഫ് ഫേസോ അങ്ങനെ ഒന്നും പറ്റില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നീറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റുഡ് എന്ന് ജസ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ ഇപ്പം ഇത് നമ്മുടെ ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. എൻ്റെ കമ്പ്യൂട്ടർ നമ്മളിവിടെ ഈ സൈഡിലാണ് ഇരിക്കുന്നത്, എൻ്റെ റൈറ്റ് സൈഡിലാണ് കമ്പ്യൂട്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്ത് ഒരാവശ്യത്തിന് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഡാർക്കായി കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ലൈറ്റിൽ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്യാമറ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാപ്ചർ 1, ക്യാപ്ചർ 2, 3, 4 അങ്ങനെ 3 ഫോട്ടോ ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാലിഡേറ്റ് ആൻഡ് സേവ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പം ക്യാമറ നോട്ട് വർക്കിംഗ് എന്നുള്ള ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണത് ഇനേബിൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ടും ഇതേ സെയിം നമ്മുടെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഓണാണ് നമ്മുടെ ക്യാമറ. അപ്പം ക്യാമറ ഇപ്പം നിലവിൽ ഓണാണ്. 4 ഡിഫറെൻറ്റ് ആംഗിളിലാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം ഒരേപോലെ എടുത്ത് വെക്കേണ്ട. ഒന്ന് നമ്മൾ കുറച്ച് അടുപ്പിച്ച് വെക്കുക, ഒന്ന് സൈഡിലേക്ക് നമ്മളെ ക്ലിയർ ആയിട്ട് ഓരോരോ ആംഗിൾ ഉണ്ടല്ലോ. നമുക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മളെ കാണുന്ന രീതിയിലെല്ലാം നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്ന രീതിയിൽ ഒരു പാസ്പോർട്ട് സൈസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അത് കവർ ചെയ്തിട്ട് എടുക്കാം നിങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിത് അപ്പോൾ നമ്മളിതിൽ ഓരോന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഓരോ ആംഗിൾ വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ദെൻ അടുത്തത് ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. വീണ്ടും പറയുകയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ക്യാമറയുടെ എൻ്റെ ലാപ്ടോപ്പ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ വേറെ സ്ക്രീൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ചെറുതായതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ എന്ത് കിടക്കുന്നത്, ഈ പറയുന്ന നമ്മുടെ, ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ലൈറ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് എൻ്റെ ക്യാമറ കിടക്കുന്നത്.
ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഫേസ് കറക്റ്റായിട്ട് നിങ്ങൾ എടുക്കണം, കറക്റ്റായിട്ടുള്ള പിക്ചർ ആയിരിക്കണം. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ല ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ സൈഡ് വ്യൂ മാത്രമാണ് വരുന്നത്, കാരണം എനിക്ക് അങ്ങനെ എടുക്കാൻ കഴിയുള്ളൂ. കാരണം എനിക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കാൻ നമുക്ക് ഒരു സ്പേസിലായിരിക്കുന്നത്, വളരെ ചെറിയൊരു സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് കൊടുക്കുക, അടുത്ത് വരും. അങ്ങനെ ഓരോ ആംഗിളും നമ്മൾ അങ്ങനെ എടുത്തു പോവാം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരോ ആംഗിൾ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കൊന്നും എടുക്കേണ്ട, നമ്മളെ ഫ്രണ്ട് വ്യൂ തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ കുറച്ച് ക്ലോസ് ആക്കി എടുക്കാം. പിന്നെ നമ്മൾ ഈ സൈഡും നമ്മൾ ഈ പറയുന്ന നമ്മുടെ മുഖം നല്ല കാണുന്ന രീതിയിൽ ഒക്കെ നമ്മൾ അങ്ങനെ ഓരോരോ കുറച്ച് സൈസൊക്കെ കൂട്ടി നമ്മൾ ആ രീതിയിലൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാണുന്ന രീതിയിൽ, നമ്മളെ കണ്ട് മനസ്സിലാവുന്ന രീതിയിൽ നല്ല എന്തുണ്ടായിരിക്കണം, വെളിച്ചുണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുന്നവർ ഇങ്ങനെ ഒന്നും എടുത്ത് വെക്കരുത് ദയവ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നല്ല ക്ലിയറിൽ എടുക്കണം. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചൊക്കെ ഇട്ട് നമ്മൾ ഒരുപാട് ടൈം അതിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം വെളിച്ചം കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. പിന്നെ എൻ്റെ ഈ പറയുന്ന പൊസിഷൻ ലാപ്ടോപ്പ് അങ്ങനെ മാറ്റാൻ കഴിയില്ല, കുറേ വയറും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കൽ പോസിബിൾ അല്ല. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന അവിടെ ഈ മോണിറ്ററി സൈഡിലാണ്, അപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും വെളിച്ചുള്ള നല്ല നീറ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, നല്ല നീറ്റായിരിക്കണം. ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ എടുക്കരുത്, തീർച്ചയായിട്ടും ഇതെല്ലാം തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോന്നിനും കറക്റ്റ് ഓരോ ഡിഫറെൻ്റ് ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കാം. ഡിഫറെൻറ്റ് രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഫേസും നമ്മുടെ ആ ഒരു പാസ്പോർട്ട് സൈസ് നമ്മുടെ ഏരിയ ഉണ്ടല്ലോ, ചെസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല നമ്മളെ വ്യക്തമാകുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കാം. അങ്ങനെ 4 ക്യാപ്ചർ നമ്മൾ ഓരോന്നിൻ്റെ അടിയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അങ്ങനെ. എന്നിട്ട് നമ്മൾ വാലിഡേറ്റ് ആൻഡ് സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ലോഡഡ് ഇമേജ് ആർ സേവ്ഡ് എന്ന് കാണാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓക്കെ അല്ല, നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, റീക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, വീണ്ടും അത് വേറെ വേറെ രീതിയിൽ എന്തെങ്കിലും ക്യാപ്ചർ ആവും. ഓക്കെ, അപ്പോൾ ഞാനിതാ പോലെ ചെരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അതിൽ ക്യാപ്ചർ ആവും. നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത്, വളരെ സിമ്പിളായുള്ള പരിപാടിയാണ്. ഓക്കെ, അത് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചോദിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് കൊടുക്കുക നമ്മൾ. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് അടുത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫോമിൻ്റെ ഏരിയാസൊക്കെ ഒന്ന് കാണാം. അതായത് എന്തൊക്കെ നമ്മൾ ചെയ്യണം, നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എടുത്ത് വെക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കറക്റ്റായിട്ട് റൂട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ഫ്രെയിം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ല ഞാൻ ചെയ്യുന്നത് കറക്റ്റ് അക്യുറേറ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. മീൻസ് ഇതിന് ഡാറ്റാസ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ റാൻഡമായിട്ട് അതും ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള വളരെ കറക്റ്റായുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ആദ്യം കൊടുക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ആണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്ന അഡ്രസ്സാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. അതുതന്നെയാണ് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സിൽ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുകളിൽ നമ്മൾ കൊടുത്ത അഡ്രസ്സ് അടിയിൽ എന്താണ് പെർമനൻറ്റ് അഡ്രസ്സിൽ വന്ന് കോപ്പി ആവും. ഇനി അതെല്ലാം ഡിഫറൻറ്റ് ആണെങ്കിൽ ഇവിടെ ഡിഫറൻറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് അഡ്രസ്സ് കംപ്ലീറ്റ് അടിക്കാനൊന്നും സമയമില്ല. ജസ്റ്റ് നമ്മളെന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം, സിറ്റി നെയിം കൊടുക്കാം, ദെൻ പിൻകോഡ് നമ്മൾ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഞാൻ ഇപ്പോൾ സെയിം ആസ് ഉള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുകളിലുള്ളത് താഴെയും ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി സേവ് എന്ന് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇനി എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ്. 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ദെൻ നമ്മുടെ ITൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഡു യു ഹാവ് ദ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ദ സെലക്റ്റഡ് പോസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റിൽ നമുക്ക് എലിജിബിൾ ആണോ, നമ്മൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ, നമ്മൾ അത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് 10ാം ക്ലാസ്സോ IT ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ് എന്ന് കൊടുക്കാം, അതിൽ സേവ് എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡീറ്റെയിൽസ് അവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫില്ല് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ നിന്ന് ജസ്റ്റ് 10ാം ക്ലാസ്സിലത്തെ ആദ്യം നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പം ജസ്റ്റ് സ്ട്രീം ചോദിക്കുന്നത് 10 തന്നെ സെലക്ട് ചെയ്യുക. ദെൻ ബോർഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കേരള സ്റ്റേറ്റിലാണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നാണ് കൊടുക്കേണ്ടത്. CBSE ആണെങ്കിൽ നിങ്ങൾ CBSE എന്ന് കൊടുക്കുക. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാനത് കറക്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഡേറ്റ് ഓഫ് പാസിങ് ചോദിക്കുന്നത് എന്നാണ് നമ്മൾ പാസ് ഔട്ട് ആയതെന്നാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും, അത് കറക്റ്റ് അങ്ങനെ തന്നെ കൊടുക്കണം നിങ്ങൾ കേട്ടോ. ഓക്കെ, അത് കൊടുത്തു. അതിനുശേഷം സർട്ടിഫിക്കറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് നമ്പർ പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടാവും, ആ അടിച്ചു കൊടുക്കുക നിങ്ങൾ കേട്ടോ. ഓക്കെ, അതിന് ശേഷം പെർസെൻറ്റേജ് ഒരു മാർക്ക്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യാം, അവിടെ പെർസെൻറ്റേജ് കൊടുക്കാനുള്ള ടോട്ടൽ എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേടിയ മാർക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം 650 മാക്സിമം മാർക്ക് വരുന്നത്.
650 നമുക്ക് കേരള SSLC ആണെങ്കിൽ അതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ് 580 എന്ന് കൊടുക്കുകയാണ് എക്സാമ്പിൾ. ഓക്കെ, അങ്ങനെ 580 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ പെർസെൻറ്റേജ് വരും. ഞാനത് സൂം ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്ന് സൂം ഔട്ടായി കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്കിവിടെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും. ഇവിടെ 85% കൂടെ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കായി പെർസെൻറ്റേജ് വരും. ഇനി അതെല്ലാം നമുക്ക് എന്താണ് CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ടോട്ടൽ CGPA വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് പെർസെൻറ്റേജ് നമുക്കൊരു ശരാശരി കണ്ട് കൊടുക്കാം. നമുക്ക് CGPA കാണുന്നതിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. നമ്മുടെ സൈറ്റിൽ കയറാം. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സൈറ്റില്ല, നമ്മുടെ JOCL എജുലാൻഡിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ ഈസി ടൂൾസ് കാണാം. ഈസി ടൂൾസ് ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈസി ടൂൾസിൽ നിങ്ങൾ എങ്ങനെയാണ് SSLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്നിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ അത്ര അക്യുറേറ്റ് അല്ല, ജസ്റ്റ് ഒരു ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാം. വാച്ച് ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ SSLCയെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പെർസെൻറ്റേജ് ആക്കി മാറ്റാം എന്നുള്ള വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ മാനുവലായിട്ട് കൺവേർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇതിൽ ചെറിയ വേരിയേഷൻ വരും. ഈ കാണുന്നത് നമ്മൾ ജനറലി നമുക്ക് കാണാൻ വേണ്ടി കൊടുത്താണ്. അപ്പം ഈ എക്സാമിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശരാശരി നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനുള്ള ടൂളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇതിനതിന് ശേഷം നമുക്ക് എന്താണ് ഫസ്റ്റ് ക്ലാസ് എന്ന് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് അത് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 65% മുകളിലേക്കൊക്കെ ഉണ്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയാം. ദെൻ ലെസ് ദാൻ 65 ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഇവിടെ പറ്റുള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് അടിച്ചു കൊടുക്കേണ്ട, അവിടെ നമ്പേഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, 1 നമ്പർ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ആണ് സെക്കൻഡ് എന്ന് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് നമ്മൾ 10th ക്ലാസ്സിൻ്റെ 50 KBയുടെയും 200 KBയുടെ ഇടയിലായിരിക്കണം കേട്ടോ സർട്ടിഫിക്കറ്റ് വരേണ്ടത്. അതിവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് എന്നുള്ള ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നത് ആഡ് ചെയ്യട്ടെ എന്നുള്ളതാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുക്കുമ്പോൾ അതിവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം 10th ക്ലാസ് കണ്ടോ. ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, വ്യൂ ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ എന്തും കൂടെ കൊടുക്കണം, അടുത്തത് IT കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഏതിനാണോ നിങ്ങൾ പോസ്റ്റിന് അപേക്ഷിച്ചാൽ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ കൊടുക്കുക. IT ഏതാണ്, ഇപ്പോൾ ഞാൻ ഫിറ്ററാണ് കൊടുക്കുന്നതായിരിക്കുക. ദെൻ നമ്മുടെ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഈ ബോർഡ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് പാസിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ അതിനുശേഷം സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ദെൻ ടൈപ്പ് ഓഫ് എവല്യൂഷൻ ചോദിക്കുന്നുണ്ട്. അത് പെർസെൻറ്റേജ് ആണോ മാർക്കാണോ. CGPA ആണെങ്കിൽ നിങ്ങൾ CGPA കൊടുക്കാം. ചിലത് CGPA ആയിരിക്കും, ചിലത് എന്തായിരിക്കും മാർക്കായിരിക്കും. CGPA ആണെങ്കിൽ ഒപ്റ്റൈൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ 7.5 ആണ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ടോട്ടൽ CGPA വരുന്ന 10 എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ നമ്മളത് കൊടുക്കാം. 10 എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് കൊടുക്കുക. നിങ്ങൾ നമ്പർ 1 ഇട്ട് കൊടുക്കാം. അപ്പം ഔട്ട് ഓഫ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ CGPA എന്ന് പറയുന്നത് അതായത് അതിൽ നമ്മൾ എത്ര നേടി എന്നുള്ളതാണ് അതുണ്ടാകുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് ബ്രൗസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ വീണ്ടും ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതും ഇവിടെ എന്നിട്ട് നമ്മൾ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ കാണാം ഓക്കെ കൊടുക്കുക. അതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. പേജ് ലോഡായി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 2 10th ഡീറ്റെയിൽസ് ഇവിടെ വന്നു, IT വന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ടൈപ്പ് ചെയ്ത് വിട്ടാണ് കേട്ടോ. അതൊക്കെ വെറുതെ വെറുതെ ടൈപ്പ് ചെയ്ത് വിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണേ. കാരണം നമ്മൾ വെറുതെ കറക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്, ടൈം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സാം നിങ്ങൾ പാസ്സായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മളിവിടെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അത് നിർബന്ധമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതായത് ഇതിലേക്ക് നമുക്ക് യാതൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഇനി ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ അപ്രൻറ്റീഷിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കൊടുക്കുക നിങ്ങൾ കേട്ടോ. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ അതവിടെ സ്കിപ്പ് ചെയ്യാണ്. കാരണം ഇതിലേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്. ഇനി എക്സാം സിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക നിങ്ങൾ. ഇപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഞാനിവിടെ തിരുവനന്തപുരമാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേറെ കേരളത്തിൽ എവിടെ ഉണ്ട് നോക്കാം. അപ്പോൾ എക്സാം സെൻറ്റർ പലരും ചോദിച്ചിരുന്നു കേരളത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം നമ്മൾ കണ്ടു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എറണാകുളം ഉണ്ട്. എറണാകുളം കൊടുക്കുന്നു 2ാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളതനുസരിച്ച് അങ്ങനെ കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത്
കേരളത്തിൽ നമുക്ക് 2 സെൻറ്ററേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ഞാനിതിൽ കാണുന്നത് കേരളത്തിൽ 2 സെൻറ്ററേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ബാംഗ്ലൂർ കൊടുക്കുകയാണ്. ബാംഗ്ലൂർ കൊടുക്കുന്നു. ഇങ്ങനെ 3 സെൻറ്റർ കൊടുത്ത് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഫൈനലി നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രിവ്യൂ ആണ്. നമ്മളെ കൊടുത്ത ഡീറ്റെയിൽസ്, നമ്മുടെ സിഗ്നേച്ചർ എല്ലാം അവിടെ കാണാം, ഫോട്ടോ കാണാം, നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ ആ പറയുന്ന ഓൺലൈനായിട്ട് നമ്മൾ ലൈവായിട്ട് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ ഒക്കെ ഇവിടെ കാണാൻ ഡിഫറെൻറ്റ് ആംഗിൾ നമ്മൾ എടുത്തായിരിക്കണം. അപ്പോൾ അതിൻ്റെ വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം എടുത്തത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചില ആളുകളുണ്ട് തീരെ എന്താണ് ജസ്റ്റ് ആയിട്ട് കേൾക്കുമ്പോഴത്തേനൊക്കെ പോയി ഓടി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു കാരണം നിങ്ങൾ തെറ്റായിട്ട് ഇതാക്കേണ്ട ചെയ്യണം. അപ്പോൾ ലൈവ് ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇതൊക്കെ ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് അങ്ങനെ ടിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താണ് ഇതിൻ്റെ ഫീ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലേക്കാണ് പോവുക. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ നമ്മൾ ഫീ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻ്റ് ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കാനൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഇവിടെ സബ്മിറ്റ് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത പേയ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പിക്ചർ എടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒഴിവ് സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അതിന് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ, അപ്പം ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് അടിച്ച് അങ്ങനെ പോകാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനത് സബ്മിറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരു അപേക്ഷയാണ്, അപ്പോൾ അത് വെറുതെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അത് അങ്ങനെ അതിൻ്റെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല, കാരണം നമുക്ക് വെറുതെ ആവശ്യമില്ല, അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അടുത്ത സ്റ്റേജ് എന്താണ്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ കൊടുക്കണം. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ്, PWD കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ള കാറ്റഗറിക്കൊന്നും എന്തില്ല, ഈ പറയുന്ന അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.